ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ടപ്പോൾ അങ്ങനെ റോഡ് കണ്ടുപിടിച്ച് അവർ വെളിയിൽ വന്നായിരുന്നു. അങ്ങനെ ആയിട്ട് അപ്പോൾ ജോലി തേടായിരുന്നു. ശരിടാ, നമുക്കൊരു പ്ലേസ് സെറ്റാൻ മതി. അതിൽ കുറച്ച് പേരെ സംസാരിച്ചാൽ അതെ അപ്പോൾ ഒരു ബോഡി ഗാർഡായിട്ട് പോകണം എന്നത് സംസാരിച്ച് കേട്ടായിരുന്നു. ശരി, നമുക്ക് ജോബ് കിട്ടിയത് എന്നെ അവർ അവിടെ കുറച്ച് സംസാരിച്ച് ഇവിടെ പോയിരുന്നു. ആ ബോഡി ഗാർഡിന് മൈക്ക് അങ്ങനെയായിട്ട് ജിന്നു പറയുന്നു ഞാൻ പോവാന്ന് പറഞ്ഞ്. അങ്ങനെ ആ ബോഡി ഗാർഡ്മാർ ഗെറ്റപ്പ് ചേഞ്ച് ആക്കിയിട്ട് അവർ പോയിരുന്നു. ജിൻ അത് മാത്രമല്ല ബാക്കി അവിടെ 5 പേരുണ്ടായിരുന്നു. 5 പേര് അതേമാതിരി മാറിയിട്ട് അപ്പം ജിമ്മിന് പറയുന്നത് ഞാനിവിടെ നോക്കിക്കോളാം, നിങ്ങൾ 4 പേര് പോയിക്കോ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് 4 പേര് ഇങ്ങനെ ഗെറ്റപ്പ് ചേഞ്ച് ആക്കിയിട്ട് അവർ പോയിട്ട് ആ വീട്ടിലേക്ക് പോയിരുന്നു. ആ വീട്ടിൽ ഹീറോയ്ക്ക് വേണ്ടി കുറച്ച് നാൾ ബോഡി ഗാർഡായിട്ടുണ്ടായിരുന്നു. അതെ, അവർക്ക് ഒരു മാജിക് യൂസ് ചെയ്ത് അവർ അവിടേക്ക് പോയാൽ മതി, കുറച്ച് നാൾ താമസിച്ചാൽ മതി, അങ്ങനെ ചെയ്തുമായിരുന്നു ആ ബോഡി ഗാർഡ്ക്ക്. അങ്ങനെ കുറച്ച് നാൾ പോയിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് ഒരു കല്ല് തേടാൻ പറയുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലുണ്ടാന്ന് നോക്കിയായിരുന്നു കല്ല്, ആ ക്രിസ്റ്റൽ കല്ല്. അത് അവിടെ ഇല്ലാന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അവിടെ കുറച്ച് നാൾ ഇരുന്നായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻ പറയാൻ തുടങ്ങി. ആറാം ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, ഞാൻ ഫേക്കായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ന് ജിന്ന് പറയുന്നു. എന്താ? ഇല്ലടാ, ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാ എന്ന് ജിന്ന് പറയായിരുന്നു. ജിന്ന് പറയുന്നത് കേട്ട് ഷോക്കായി. ജിന്ന് പറഞ്ഞു ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാ എന്നവ ജിന്ന് പറയുന്നു. ശരി ജിൻ, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകുന്നതാ? ഇല്ല, ജിന്ന് പറഞ്ഞു കേട്ട് ജങ്കുക്ക് ചിരിക്കാൻ. ജങ്കുക്ക് എന്നിട്ടാ ജങ്കുക്ക് ചിരിക്കടാ? ജിൻ ഹയാങ് അത് വേണ്ട ജിൻ ഹയാങ്, നിങ്ങളൊരു ഡോക്ടർ ആയിക്കോ, അത് നല്ല ഐഡിയ അല്ലോ എന്ന് ജിന്ന് പറയായിരുന്നു. ജിൻ ഹാങ്, നിങ്ങൾ ചെഫിലിടുന്ന ആ കുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റാവില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ഞാൻ 2 നാൾ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു എന്ന് ജിമ്മിന് പറയായിരുന്നു. ഇത് കേട്ട് ഷാക്കായിരുന്നു. ജിന്നുക്ക് ടെൻഷനായിരുന്നു. വേണ്ട, നീ ഡോക്ടർ എന്നായിക്കോ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന്. അപ്പോൾ ജിന്നു ഫേക്ക് മതി ആക്കി ഇങ്ങനെ ആക്കിയിട്ട് ജങ്കുക്കാണ് ഇതാക്കിയിട്ട് കൊടുത്തായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലേക്ക് ജിന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അതെ, ഹീറോയിൻ്റെ ഹോസ്പിറ്റലായിരുന്നു. അതെ, ഹീറോയ്ക്ക് സ്വന്തം ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവിടുത്തെ ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ജിന്നിന് അക്സെപ്റ്റ് ചെയ്തായിരുന്നു ഹീറോയിൻ്റെ ഡാഡി. അത് ജിന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഷുഗറെ നോക്കായിരുന്നു. എല്ലാവരും ഷുഗറിനെ നോക്കായിരുന്നു. ഷുഗർ എന്താ ജിൻ ഹാങ് ഇതിൽ കൂടി നിങ്ങൾ എന്തൊക്കെ ഹാങ് കൂടുന്നു എന്ന് ജിമ്മിന് കേൾക്കായിരുന്നു. എന്തിനാ? അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത്? അതെല്ലാം ഷുഗർ കയറുന്നു. ഞാനെന്തിനാ കൂടുന്നേ? ഇങ്ങനെയായിട്ട് എല്ലാം പാവമായിട്ട് നോക്കുമായിരുന്നു ഷുഗറിനെ. എന്തിനാണ് ഇങ്ങനെ നോക്കണ്ട എന്നെ? ശരിപ്പാ ടെൻഷൻ ആക്കണ്ട. ശരിപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ഷുഗർ പറഞ്ഞു. ശരിടാ, നിങ്ങളെല്ലാം ടെൻഷൻ ആകണ്ട, ഞാൻ ജോയിൻ ചെയ്യുന്നതെന്ന്. എന്തിനാ ജോയിൻ ചെയ്യുന്നത്? നിനക്ക് കുങ്ക് കരാട്ടെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല. എല്ലാവരും കൂടി ജോയിൻ ചെയ്യും. പിന്നെ എന്തിനാ പറയണേ? ഞാൻ ആട്ടറാവുക എന്ന് ചുമ്മാ പറയുന്നു. ഇത് കേട്ട് ജങ്കുക്ക് ചിരിക്കായിരുന്നു. എന്തിന് ആട്ടറാ? ഇല്ലടപ്പാ, മോഡലാ എന്നിട്ട് പറയുന്നേ. ഇല്ലപ്പാ, എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലേ എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഷുഗർ പറഞ്ഞു കേട്ടിട്ട് ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നു. അപ്പം ജിമ്മിന് പറയുന്നു മോഡലായ ശരിക്കും നീ ഇതാവുമെന്ന് പറഞ്ഞ്. അത് ഷുഗർ വേണ്ട, എനിക്ക് മോഡൽ വേണ്ട എന്ന് ഷുഗർ പറയുന്നു. പിന്നെ എന്താ ചെയ്യുന്ന? ഞാൻ പ്രൊഫസർ ആവാൻ പോവാ എന്ന് പറയുന്നു. ആറും പറയുന്നു കറക്റ്റ് ഷുഗർ. നീ എന്താ കറക്റ്റ് ഷുഗർ പറയാ? അതെ, ഞാനും അതാൻ പോവാ എന്ന് ആറും പറയുന്നത് ഷാക്കായിരുന്നു. ശരി, ഞങ്ങളുടെ പ്രൊപ്പോസൽ ആവാൻ പോവാ. ശരി, ഓക്കെ, നീ എന്താ പോവാ എന്നെല്ലാവരും ജയഹൂപ്പിനെ നോക്കായിരുന്നു. എനിക്ക് എന്ത് എല്ലാവരും എന്തിനപ്പം എന്നെ നോക്കുന്നത്? അപ്പം നീ എന്താ പോവാ? അതാ ഇവിടെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, ഞാൻ ഡാൻസിൽ നോക്കിയിട്ട് ഞാൻ ഡാൻസ് ടീച്ചറാകാൻ പോവാ എന്ന് പറയാം. ശരി ജിമിൻ, നീ എന്താ പോവാ? ഞാൻ ഇന്ന് ജിമിനെ ഒരു മതിയൊക്കെ ആയിരുന്നു. ഞാൻ ഫാഷൻ ഡിസൈനർ ഉണ്ടാവാൻ പോവാ എന്ന് പറയുന്നു. ഫാഷൻ ഡിസൈനർ എന്ത് ഗേളാ? ഇല്ലടാ, ഞാൻ പുതിയ ഡ്രസ്സ് ഉണ്ടാക്കാൻ പോവാ, അതാ ഞാൻ പോവാ, ഞാൻ ജോയിൻ ചെയ്തത് എന്ന് പറയുന്നു. ഇതാ നോക്കൂ ഫയൽ എന്ന്. ശരി, ഓക്കെ. അങ്ങനെ വീനോട് കയറുന്നു. വി പറയുന്നു ഞാനാ ഇവന് ഫാഷൻ ഡിസൈനറായ. അങ്ങനെ വി പറയുന്നു ഞാനുണ്ടാകാൻ പോകുന്നത് എന്തെല്ലാവരും എന്നെ നോക്കാ, ഞാനൊരു മോഡലാവുമ്പോൾ എന്ന് വി പറയുന്നു. ഇത് കിട്ടുന്ന ഷായ ചിരിക്കായിരുന്നു. എന്നിട്ടാ എന്നെ മുറിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം ജങ്കുക്ക് കേൾക്കുമ്പോൾ ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റ് പോവാ എന്ന് പറയുന്നു. എല്ലാവരും ടാറ്റു എന്ന് പറയുന്ന ഷോക്കായിരുന്നു.
ഏയ് ഞാൻ ഇങ്ങനെ ഇതാണ് അവർ ഫ്യൂച്ചർ പറയുന്നത് അതാവാൻ പോവാ. അത് മാത്രമല്ല എനിക്ക് നിറയെ പവറുണ്ട്. ഏതെല്ലാം പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എൻ്റെ ടാറ്റോ അതുമല്ല ഒരു കമ്പനി ആ ടാറ്റോ കമ്പനി വെച്ചിട്ട് റൺ ചെയ്യാൻ പോവാൻ ഞാൻ എന്നെ പറയായിരുന്നു. ശരി ഓക്കേടാ എന്ന് പറയായിരുന്നു. ഓക്കെ ഓരോ നാളും ഓരോ ജോബ് സെലക്ട് ചെയ്തു. ഇപ്പം നമുക്ക് ഹീറോയിനെ നോക്കാം. ഹീറോയിൻ ജോളായിട്ട് എൻജോയ് ചെയ്ത് പോയിരുന്നു. ആ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിരുന്നു. ഹീറോയിൻ കോളേജിൽ വന്ന് കോളേജിൽ വന്നിരുന്നപ്പോൾ ഫസ്റ്റ് ഇയർ കോളേജ് ഇതൊരു കഷ്ടമൊന്നുമില്ലപ്പാ എന്ന് പറഞ്ഞ് ഹീറോയിൻ ടയർഡായിരുന്നു. കുറച്ച് ഡേയ്സ് പോകുമ്പോൾ അവർ വന്ന് കോളേജിൽ ജോയിൻ ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ ക്ലാസ്സല്ല വേറെ കോളേജിലാണ് ജോയിൻ ചെയ്തത്. ഇത്ര ആ കോളേജൊന്നും ഇവർക്ക് സെറ്റായില്ല. പറഞ്ഞ് ഹീറോയ്ക്ക് വേറെ കോളേജ് സെറ്റായില്ല. ഹീറോയിൻ്റെ രണ്ടാമത്തെ ഡാഡിൻ്റെ കോളേജിൽ വന്ന് ഹീറോയിൻ സെലക്ടായിരുന്നു. സെക്കൻഡ് ഇയറിലാണ് ഹീറോയിൻ ജോയിൻ ചെയ്തത്. അവിടെയാണ് ഹീറോമാരുള്ളത്. അതെ അത് രണ്ടാമത് കോളേജ്. അങ്ങനെ ഹീറോയിൻ ജോയിൻ ചെയ്ത് ഹീറോമാരെ രണ്ടുപേരെ കണ്ട് ഹീറോയിൻ ഫ്ലാറ്റായിരുന്നു. ആ ഹാൻസമായിട്ടുണ്ടെന്ന് ഹീറോയിൻ ജോലി വിടാൻ തുടങ്ങിയിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പ്രിയ എടി പ്രിയ എന്ന് പറയുന്നു. എന്താ മച്ചി എന്ന് ഇവളെന്തിനാ ജൊള്ളി വിടുന്നത്? പ്രിയ നോക്കിയിട്ട് നമ്മൾ അനു നോക്കായിരുന്നു. ഇവളൊക്കെ എന്നിപ്പം ജൊള്ളി വിടുന്നത് നോക്കുമ്പോൾ അവർ രണ്ട് സുഖം ആറും സ്റ്റൈലായിട്ട് വരുന്ന കാണിച്ച് ഇവൾ ജൊള്ളി വിടുന്നതാണോ? ഇത് ആരായിരുന്നു ജൊള്ളി വിടുന്നത്? എടി എന്താടി നല്ല ഹാൻസമായിട്ടുണ്ടല്ലോ ഡി. ഏയ് എന്തിനാടി ജൊള്ളി വിടുന്നത്? വാടി ഏതുപോലെ വലിച്ചോട് പോയിരുന്നു. എന്ന് വായു വളർന്നു പോയായിരുന്നു ഹീറോയി. വായു വിടറി എന്ന് പറയുന്നു. അങ്ങനെ ആയിട്ട് ഹീറോയുടെ ഫ്രണ്ട് വാടി കോഫി ഷോപ്പ് പോവാ, ഹോട്ടലിൽ പോവാ. അവിടെ നമ്മൾ ആരാ ഉള്ളത് ഹോട്ടലിൽ? ആരാ ഉള്ളത് ഹോട്ടലിൽ? ഓ അതെ ഹോട്ടലിലുള്ളത് നമ്മളെ ഹീറോ കണ്ട് എല്ലാവരും ഓരോ നാളെ ഹീറോയി 7 പേരെ കണ്ടിട്ട് ഹീറോയ്ക്ക് ലവ് വന്ന്. അതെ ഹോസ്പിറ്റലിൽ പോയി ജിൻ ഹോട്ടലൊക്കെ പോയാ ഷുഗർ. അതെ ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഹീറോയി കണ്ടു. 7 പേര് കണ്ട ഹീറോയി ഒക്കെ കണ്ടു. അപ്പോൾ ഹീറോയി ഫ്ലാറ്റ് ഇവരാരാണ് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോയ്ക്ക് അതെ ഇവരെല്ലാം റിച്ച് ബോയ്സ് ആണ് പ്രൊപ്പോസർ എന്ന ഹീറോയ്ക്ക് ഇവർ 7 പേരെ ഹീറോയ്ക്ക് ലവ് വന്നു. അതിനെക്കൊണ്ട് ഹീറോയി അവർക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു.